അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചന നോമ്പുകാല ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിത നവീകരണം ലക്ഷ്യമാക്കി സഭയാകുന്ന അമ്മ ഈ ദിനങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ നവീകരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ധ്യാനം നമുക്ക് ഫലപ്രദമാകുന്നതിന് വേണ്ടി ഒരു നിമിഷം ദൈവാരൂപിയുടെ ഇടപെടൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാരൂപിയേ ദൈവത്തിനരൂപിയേ ഞങ്ങളിൽ വന്നു നീ വസിക്കേണമേ. ദാനങ്ങളേഴും നൽകിയിടണേ, ദാനങ്ങളേഴും നൽകിയിടണേ. തിരുവചനം കേട്ടിടുവാൻ, തിരുവചനം ഗ്രഹിച്ചിടുവാൻ, തിരുവചനം സ്വീകരിക്കാൻ ആത്മാവേ വന്നു നിറഞ്ഞിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 തുടങ്ങിയ തിരുവചനങ്ങൾ. ഫരീസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഫരിസേയ പ്രമുഖനായ നിക്കോദേമോസ് കർത്താവിൻ്റെ അടുത്തേക്ക് പാപം നിറഞ്ഞ തൻ്റെ ജീവിതവുമായി വരികയാണ്. ഇപ്രകാരം പാപപൂർണമായ ജീവിതവുമായി കർത്താവിൻ്റെ അടുത്തേക്ക് നിക്കോദേമോസ് വന്നിട്ട് കർത്താവിനെ തൻ്റെ അധരങ്ങൾ കൊണ്ട് ഒന്ന് മഹത്വപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ കർത്താവ് ഈ നിക്കോദേമോസിൻ്റെ അധര വ്യായാമത്തിൽ ശ്രദ്ധിച്ചില്ല. അവിടുത്തെ ശ്രദ്ധ എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്, ജീവിതത്തിലേക്കാണ്. നിക്കോദേമോസിൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കിയപ്പോൾ കർത്താവിന് മനസ്സിലായി അവൻ പാപത്തിലാണെന്ന്.
തിരുവചനത്തിലെ രാത്രി എന്ന പദം അർത്ഥമാക്കുന്നത് ഇതുതന്നെയാണ്. നിക്കോദേമോസ് രാത്രിയിൽ കർത്താവിനെ കാണാൻ വന്നു എന്ന് പറയുമ്പോൾ അവൻ കർത്താവിനെ കാണാൻ വന്നപ്പോൾ അവൻ ഇരുട്ടിലായിരുന്നു, പാപത്തിലായിരുന്നു എന്നാണ്. ഇപ്രകാരം പാപത്തിൽ നിറഞ്ഞ നിക്കോദേമോസ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിവചനങ്ങളിൽ കർത്താവ് വീഴുന്നില്ല. അവനെ ഉയർത്താനായി കർത്താവ് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. നിക്കോദേമോസേ, സ്വർഗരാജ്യത്തിൻ്റെ യഥാർത്ഥ ആരാധകനായി നിനക്ക് മാറണമെന്നുണ്ടെങ്കിൽ നീ രൂപാന്തരപ്പെടണം എന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരരെ, ഈ നോമ്പുകാലത്തിൻ്റെ സമാപനത്തിൽ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തിരിച്ചുവരവാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതാരം ചെയ്തെങ്കിൽ ആ ദൈവപുത്രൻ തന്നെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തെങ്കിൽ അത് നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിതം നവീകരിക്കുന്നതിനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രമാണം സ്നേഹം തന്നെയാണ്. ഈ വലിയ ആഴ്ചയിലെ ഈ ദിനങ്ങളിൽ നമ്മോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നാം സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനാണ്. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പ്രായോഗികമാക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ്, സഹോദര ബന്ധങ്ങളിലാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇത്തിരി കൂടി സ്നേഹത്തിൽ നല്ല ഒരു ഭർത്താവായി, കുടുംബനാഥനായി മാറണം. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇത്തിരി കൂടി സ്നേഹത്തിൽ നല്ല ഒരു ഭാര്യയായി, ഒരു കുടുംബനാഥയായി മാറണം. കുടുംബജീവിതത്തിൽ മക്കളോട് ചേർന്ന് നിൽക്കുന്ന അപ്പനും അമ്മയുമായ നിങ്ങൾ കുറേ കൂടി സ്നേഹത്തിൽ നവീകരിക്കപ്പെടണം. ഇപ്രകാരം സ്നേഹത്തിൽ നവീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും കർത്താവ് ഈ ഭൂമിയിൽ വന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എത്രമാത്രം സ്നേഹത്തിൽ ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും തമ്മിൽ നവീകരിക്കപ്പെടാൻ സാധിക്കുന്നുവോ അത്രമാത്രം കർത്താവ് നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മിൽ അന്വർത്ഥമാവുകയാണ്. പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മോട് ജീവിക്കാൻ പറയുന്ന പ്രമാണം ഈ സ്നേഹം തന്നെയാണ്. കർത്താവിൻ്റെ സഹനത്തിലും അവിടുത്തെ കുരിശുമരണത്തിലും ഒക്കെ നാം കാണുന്നത് ഈ സ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈശോ നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ നോമ്പിൻ്റെ സമാപന ദിനങ്ങൾ നമ്മൾ ആചരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. പ്രിയ സഹോദരരെ, അതുകൊണ്ട് സ്നേഹത്തിൽ നാം നമ്മെ തന്നെ നവീകരിക്കണം. നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണമെന്ന്. നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് ഈ ദിനങ്ങളിൽ പറയുകയാണ്, കുഞ്ഞെ, നീ നിന്നെ തന്നെ സ്നേഹത്തിൽ കൂടുതലായി നവീകരിക്കണം. നല്ലൊരു ഭർത്താവായി, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ല ഭാര്യയായി, നല്ല മകനും മകളുമായി, നല്ല അമ്മായിമ്മയായി, നല്ല മരുമകളായി നീ രൂപാന്തരപ്പെടണം. നമുക്ക് സ്നേഹത്തിൽ നമ്മെ തന്നെ പരിവർത്തനപ്പെടുത്തുന്നതിന് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ കൃപ
ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം എല്ലാവരും സ്നേഹത്തിൽ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനായി ശ്രദ്ധിക്കുക. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പീഡാനുഭവ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ഓർമ്മ മുഴുവൻ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചാകട്ടെ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കാനാവില്ല എന്നറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിരന്തരം സ്നേഹത്തിൽ ഞങ്ങൾ നവീകരിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. സ്നേഹത്തിന് വിരുദ്ധമായ എല്ലാ മനോഭാവങ്ങളിൽ നിന്നും എല്ലാ ചെയ്തികളിൽ നിന്നും ഞങ്ങൾ അകലുന്നതിന് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.